Hi, I am Rojas Jose, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. +2 കഴിഞ്ഞ് 1 year റിപ്പീറ്റ് ചെയ്ത് പഠിക്കാനായി അത് മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള റിപ്പീറ്റർ ബാച്ച് പഠിക്കുകയോ ഇതിനോടൊപ്പം ഏതെങ്കിലും ഒരു എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് 1 year പ്രോഗ്രാമായി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ്റിൻ്റെ സ്കോളർഷിപ്പോടുകൂടി പഠിക്കാനുള്ള അവസരമാണ് ഒരുങ്ങിയിരിക്കുന്നത്. എല്ലാ കാറ്റഗറിയിലുമുള്ള വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാം. ജനറൽ കാറ്റഗറിയിലെ EWS കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ OBC കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്കും SC/ST കമ്മ്യൂണിറ്റിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്കുമൊക്കെ ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ ആനുവൽ ഇൻകം ബിലോ 2 lakhs rupees ആയിരിക്കണം. അങ്ങനെയുള്ള എലിജിബിലിറ്റി ഉള്ള വിദ്യാർത്ഥികൾ +2 കംപ്ലീറ്റ് ചെയ്തിരിക്കണം. 1 year റിപ്പീറ്റർ ബാച്ചിലൂടെ അതൊരു ഹോളിഡേ ബാച്ചോ ഓൺലൈൻ ബാച്ചോ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കത്തില്ല. റെസിഡൻഷ്യൽ പ്രോഗ്രാമായി അല്ലെങ്കിൽ ഡേ സ്കോളർ പ്രോഗ്രാമായി 1 year റെഗുലർ കോഴ്സിൽ റിപ്പീറ്റർ ബാച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ സ്കോളർഷിപ്പ് അവൈൽ ചെയ്യുക. ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികളിൽ നിന്നും എലിജിബിലിറ്റി നേടുന്ന വിദ്യാർത്ഥികൾക്ക് 1 yearലേക്ക് 40,000 rupees വരെ സ്കോളർഷിപ്പ് ലഭിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ +2 കഴിഞ്ഞതിന് ശേഷം റിപ്പീറ്റ് ചെയ്ത് മെഡിക്കലോ എഞ്ചിനീയറിങ്ങോ ടാർഗറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഈ സ്കോളർഷിപ്പിനായി അപ്ലൈ ചെയ്യുക. ഇതിനായിട്ട് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾ അംഗീകൃത എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നവരായിരിക്കണം. ആൽഫ അക്കാഡമി അഭിമാനത്തോടെ പറയാം, ആലപ്പുഴ ജില്ലയിൽ ഇങ്ങനെ സ്കോളർഷിപ്പോടുകൂടി പഠിക്കാനായിട്ട് എലിജിബിലിറ്റി ലഭിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് ആൽഫ എൻട്രൻസ് അക്കാഡമി. ആൽഫ എൻട്രൻസ് അക്കാഡമിയിൽ ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുകയും 1 year റിപ്പീറ്റർ ബാച്ചിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പിനായിട്ട് അപ്ലൈ ചെയ്യാം. ഇതിനായി അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് egrants.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് September 15 ആണ്. നമ്മൾ മനസ്സിലാക്കുക, ഒരു എൻട്രൻസ് എക്സാമിനേഷനിൽ ജയിക്കുക എന്ന് പറയുന്നത് നമുക്കൊരു ഇൻബോൺ ക്വാളിറ്റി എന്നുള്ളതിനേക്കാളുപരി നമ്മുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യുക ചെയ്യേണ്ടത്. സ്കിൽ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഒരു സ്കില്ലാണ്, സിംഗിങ് ഒരു സ്കില്ലാണ്, ലേണിംഗ് ഒരു സ്കില്ലാണ്. അപ്പോൾ നമ്മുടെ സ്കില്ലിനെ ബെസ്റ്റ് ആക്കണമെങ്കിൽ എപ്പോഴും ഏത് സ്കില്ലും ആവട്ടെ നമുക്ക് വേണ്ടതൊരു പേഴ്സണൽ അറ്റൻഷനാണ്. അങ്ങനെ പേഴ്സണൽ അറ്റൻഷനോടെ വിദ്യാർത്ഥികളെ ഏറ്റവും നല്ല വിജയത്തിൽ എത്തിക്കുകയാണ് ആൽഫ അക്കാഡമിയുടെ റിപ്പീറ്റർ ബാച്ച്. 2024 720 710 മാർക്കാണ് ആൽഫയുടെ ഹയസ്റ്റ് സ്കോർ. ധാരാളം കുട്ടികളാണ് MBBSയിലേക്ക് ഗവൺമെൻറ് സീറ്റും എയിംസും ഒക്കെ ഉൾപ്പെടെ ക്യാമ്പസുകളിലേക്കൊക്കെ ആൽഫ അക്കാഡമിയിൽ നിന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്ര നല്ലൊരു വിജയത്തിലേക്ക് ആൽഫ അക്കാഡമി വിദ്യാർത്ഥികളെ പേഴ്സണൽ അറ്റൻഷനോടെ നല്ലൊരു സിസ്റ്റത്തിൻ്റെ പാർട്ടായിട്ട് പഠിപ്പിച്ച് വിജയിപ്പിക്കുന്നതുകൊണ്ടാണ് അംഗീകൃത ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കാറ്റഗറിയിൽ ആൽഫ അക്കാഡമി എപ്പോഴും നിലനിൽക്കുന്നത്. 2025 എൻട്രൻസ് എക്സാമിനേഷൻ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണോ, സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു വിദ്യാർത്ഥിയാണോ, നിങ്ങൾക്ക് പഠിക്കാം ഗവൺമെൻറ്റിൻ്റെ സ്കോളർഷിപ്പോടെ. ഇതിനോടൊപ്പം തന്നെ നന്നായി മെറിറ്റോറിയസ് ആയിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ആൽഫ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്പുമുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ പഠിച്ച് നല്ല വിജയം നേടാൻ ആൽഫയുടെ ക്യാമ്പസിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഗവൺമെൻറ്റിൻ്റെ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനായി September 15 മുമ്പായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. പുതിയൊരു ന്യൂസും അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം. ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസും അപ്ഡേറ്റ്സും കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. ബെസ്റ്റ് വിഷസ്.